ചങ്ങായിമാരെ വായ തോർന്നാൽ പച്ച വർഗീയത മാത്രം പറഞ്ഞ മനുഷ്യരൂപമുള്ള രണ്ട് മനുഷ്യ മൃഗങ്ങൾക്ക് രണ്ട് യഥാർത്ഥ മനുഷ്യർ കൊടുക്കുന്ന മറുപടിയാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. അതിലെ ആദ്യത്തെ മനുഷ്യമൃഗം വേറെ ആരുമല്ല, നമ്മളെ വിശകലയാണ് ആദ്യത്തെ മനുഷ്യമൃഗം. രണ്ടാമത്തത് ഭാസ്കരൻ നായർ അജിൻ എന്ന പേരുള്ള ഒരു വേട്ടാവളിയൻ സംഖ്യയാണ് രണ്ടാമത്തെ മനുഷ്യമൃഗം. ഈ രണ്ട് മനുഷ്യമൃഗങ്ങൾക്കാണ് നമ്മുടെ യഥാർത്ഥ മനുഷ്യരായ എന്റെ അൻസാരി ഉസ്താദും കാവ്യ എന്ന പേരുള്ള ഒരു ഹിന്ദു യുവതിയും നല്ല മറുപടി കൊടുക്കുന്നത്. ഈ വെടിക്കെട്ട് അപകടത്തിൽ മരണപ്പെട്ട എല്ലാ ഹിന്ദുക്കൾക്കും യൂസഫ് അലി സാർ ഉണ്ടല്ല 1 ലക്ഷം രൂപ വീതം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഹിന്ദുവിനെ ഉണർത്താൻ നടക്കുന്ന ഒരൊറ്റ സംഘടന പോലും മരണപ്പെട്ടവർക്ക് 1 രൂപ പോലും കൊടുക്കാത്ത സമയത്ത് യൂസഫ് അലി സാർ കൊടുത്ത ആ സഹായത്തെ കുറിച്ച് അൻസാരി ഉസ്താദ് പറഞ്ഞ മനോഹരമായ വീഡിയോ ഒന്ന് കണ്ടിട്ട് വന്നാലോ. തൃശൂർ വെടിക്കെട്ട് ദുരന്തം മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് 1 ലക്ഷം രൂപയും പരിക്കേറ്റവരുടെ കുടുംബങ്ങൾക്ക് 50,000 രൂപയും ധനസഹായം പ്രഖ്യാപിച്ച് ബഹുമാനപ്പെട്ട MA യൂസഫ് അലി സാഹിബ് അള്ളാഹു താല അദ്ദേഹത്തിന് ആഫിയത്തും ആരോഗ്യം ദീർഘായുസ്സും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ഒരേ ഒരു ചോദ്യമുള്ളൂ. ശശികല ടീച്ചർ, RV ബാബു, വിദ്യാസാഗർ ഗുരുമൂർത്തി, ലക്ഷ്മി കാനത്താൻ്റെ കോനോത്ത്, അതുപോലെ തന്നെ പ്രതീഷ് വിശ്വനാഥ് അടക്കമുള്ള സോഷ്യൽ മീഡിയയിൽ രാവും പകലും ഹിന്ദുവിനെ ഉണർത്താനും ഉയർത്താനും വേണ്ടി നടക്കുന്ന മനുഷ്യരെ ലക്ഷക്കണക്കിന് ആളുകൾ നിങ്ങളുടെ മെമ്പർമാരായിട്ടില്ലേ? ഈ മരണപ്പെട്ടതിൽ ഒരാൾ പോലും മുസൽമാനോ ക്രിസ്ത്യാനിയോ ഇല്ല. എന്തിനങ്ങനെ പറഞ്ഞത്? നിങ്ങൾ കഷ്ടപ്പെടുന്ന അധ്വാനിക്കുന്ന പൈസ ഏതെങ്കിലും മുസൽമാനും ക്രിസ്ത്യാനിക്കും പോകണമെന്നുള്ള ടെൻഷനും വേണ്ട. ഈ മരണപ്പെട്ട പാവങ്ങളുടെ കുടുംബത്തിന് നിങ്ങളുടെ വക എന്തെങ്കിലും ഉണ്ടോ? ഞാൻ ചോദിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? ഈ MA യൂസഫ് അലി എന്ന് പറയുന്ന മനുഷ്യനെ നിങ്ങൾ പുകഴ്ത്തണ്ട, ഇകഴ്ത്താതിരുന്നൂടെ? ഷാൻ വധം കഴിഞ്ഞ ഉടനെ എൻ്റെ നാട്ടിലൊരു കലാപം ഉണ്ടായാൽ ലുലു മാളിലെ അന്യസംസ്ഥാന തൊഴിലാളികൾ സർവായുധ സജ്ജരാണ് എന്ന് നാട്ടിൽ മുഴുവനും പ്രചരിപ്പിച്ച് തോന്നിയ മാസം അദ്ദേഹത്തിൻ്റെ പേരിൽ പ്രചരിപ്പിച്ച ആളുകൾ നിങ്ങൾ ലക്ഷോർ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ, അവയവദാനവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ, ക്രൈസിസ് ഉണ്ടായ സമയത്ത് അങ്ങോട്ട് മാർച്ച് നടത്തി നിങ്ങളല്ലേ? എന്നിട്ടും ഈ നാട്ടിലെ ഹൈന്ദവൻ അല്ല മനുഷ്യരൊരു പ്രശ്നമുണ്ടായപ്പോൾ MA യൂസഫ് അലി സാഹിബ് ഓടി വന്നു. ഈ നാട്ടിൽ എന്താ 2018 പ്രളയമാണെങ്കിലും വയനാട് ദുരന്തമാണെങ്കിലും അതിലെല്ലാം ഒരു ജാതിയിൽപ്പെട്ട മനുഷ്യരല്ല, മനുഷ്യർ മാത്രമേ ഉള്ളൂ. അവിടെ മതം നിങ്ങൾ നോക്കണ്ട, എല്ലാ സമൂഹത്തിൽപ്പെട്ട മനുഷ്യരുണ്ടല്ലോ. അവർക്കൊക്കെ അദ്ദേഹത്തിൻ്റെ വഴി സംഭാവനകൾ ധാരാളം കിട്ടിയിട്ടുണ്ടല്ലോ. നിങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങൾ എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യം, നിങ്ങൾ ഹിന്ദു എന്ന് രാവും പകലും ഒക്കെ പറഞ്ഞു നടക്കുന്ന നിങ്ങൾ ഈ മനുഷ്യർക്ക് വേണ്ടി എന്ത് ചെയ്തു? നിങ്ങൾ ഈ MA യൂസഫ് അലിനെ സമൂഹത്തിന് മുമ്പിൽ എന്തെല്ലാം തരത്തിൽ ഇകഴ്ത്താൻ ശ്രമിച്ചിട്ടും ആ മനുഷ്യൻ ഒരു ക്ഷേത്രത്തിൽ എല്ലാ വർഷവും ഈ MA യൂസഫ് അലി സാഹിബിന് വേണ്ടി വഴിപാട് നടക്കലുണ്ട് ഇല്ലേ? എന്തുകൊണ്ട്? അദ്ദേഹത്തിൻ്റെ ആയുര സൗഖ്യത്തിന് വേണ്ടി അദ്ദേഹം എല്ലാ വർഷവും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നതുകൊണ്ട്. അങ്ങനെ ജാതി മതവും നോക്കാതെ മനുഷ്യർ എന്ന ഒറ്റ കൺസെപ്റ്റിൽ പ്രവർത്തിക്കുന്ന MA യൂസഫ് അലി സാഹിബിനെ പോലും നിങ്ങൾ വർഗീയവാദിയും നിങ്ങൾ ഭീകരവാദിയൊക്കെ ആക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെയുള്ള നല്ലവരായ ഹൈന്ദവ സഹോദരങ്ങൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ജോലി എടുക്കുന്നു എന്നുള്ളതല്ല, പണിയെടുത്ത പൈസ കിട്ടും, നമുക്ക് ശരി. അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തെ ഹൃദയം തുറന്ന് സ്നേഹിക്കുന്ന മനുഷ്യരുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും മനുഷ്യൻ്റെ ഹൃദയത്തെ സ്വാധീനിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്തുകൊണ്ടാണ്? വെറുപ്പും വിദ്വേഷവും അല്ലാതെ, അപരമത നിന്നയല്ലാതെ, ആളുകൾക്കിടയിൽ ധ്രുവീകരണമല്ലാതെ ഇന്നേ വരെ ഈ ആയുസ് കൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒരെണ്ണം ഉദാഹരണത്തിന് പറയാമോ? പറഞ്ഞാൽ 1 ലക്ഷം രൂപ സംഭാവന വരും. അൻസാരി ഉസ്താദ്, ആ കാര്യത്തിൽ നിങ്ങൾ പേടിക്കുകയേ വേണ്ട. നിങ്ങൾ 1 ലക്ഷം പോയിട്ട് 1 രൂപ പോലും പോകില്ല. കാരണം ഈ വിശകലയെ പോലുള്ള ടീമിന്റെ ഇതുവരെ ജീവിതത്തിലോ ഇനി അങ്ങോട്ടോ നീക്കണ്ടല്ല മനുഷ്യത്വപരമായ ഒരു കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നതും എവിടെയും കാണാൻ പറ്റില്ല. അതായത് ഒരു മനുഷ്യർക്കും, ഹിന്ദുവിനെന്നല്ല ഒരു മനുഷ്യർക്കും നന്മയുണ്ടാകുന്നതോ നല്ലതോ ആയ കാര്യങ്ങൾ ഇവർ എവിടെയും പറയുകയില്ല. അങ്ങനെ സംഭവിക്കാൻ വേണ്ടി ഇവർ വിടുകയില്ല. പക്ഷെ വേറൊരു കാര്യം ഇവർ ചെയ്യും. ഈ വെടിക്കെട്ടിന്റെ പുകയെല്ലാം കഴിഞ്ഞിട്ടാകുമ്പോൾ ഈ സഹായം ചെയ്ത യൂസഫ് അലി സാറല്ലേ, അദ്ദേഹത്തെ കുറിച്ചും എന്തിന് അൻസാരി ഉസ്താദിനെ കുറിച്ചും പച്ച വർഗീയ ദൈവന്മാരുള്ള നാണവും മാനവും ഉളുപ്പില്ലാതെ വിളിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെ പച്ച വർഗീയത മാത്രം പറഞ്ഞ ഒരു സംഖ്യയുടെ പോസ്റ്റാണ് ഞാൻ ഇവിടെ വായിക്കാൻ പോകുന്നത്. കുറച്ചു ഭാഗങ്ങൾ മാത്രമേ ഞാൻ വായിക്കൂ. ഭാസ്കരൻ നായർ അജിൻ എന്നാണ് ആ വേട്ടാവളിയുടെ പേര്. എന്റെ സംശയമാണ്, ദയവ് ചെയ്ത് തെറ്റിദ്ധരിക്കരുത്. തൃശൂർ വെടിക്കെട്ടുപുരയിലെ അപകടത്തിൽ ജീവൻ പൊലിഞ്ഞ എന്റെ പ്രിയ സഹോദരങ്ങൾക്ക് പ്രണാമം. ആന എഴുന്നള്ളിക്കുന്ന മിക്ക ക്ഷേത്രങ്ങളിലും ആന ഇടുന്ന സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. ആന ഇടയുന്നതോ അതോ? ചോദ്യചിഹ്നം. നാളെ പഹൽഗാം ഭീകരാക്രമണത്തിന് 1 വയസ്സ് തികയാണ്. തൃശൂർ പൂരം കലക്കാൻ, ഇല്ലാതാക്കാൻ പല ശക്തികളും ശ്രമിച്ചിട്ടുണ്ട്. സുപ്രീം കോടതിയിൽ വരെ ഹർജി നൽകി നോക്കി. ഇത്രയും കാലം വെടിക്കെട്ട് നടത്തിയിരുന്നവർ അതീവ സുരക്ഷയോടെ വെടിക്കെട്ട് വെടിമരുന്നും കൈകാര്യം ചെയ്ത് ഇരുന്നവരിൽ ഇങ്ങനെ സുരക്ഷാ വീഴ്ച ഉണ്ടാകുമോ? ഇത്രയും നാൾ ഇല്ലാതിരുന്ന അപകടം അമ്പലങ്ങളിൽ ഉത്സവങ്ങൾക്ക് സംഭവിക്കുന്നു. വിഷുവിന് തന്റെ ചെരുപ്പ് കടയുടെ പരസ്യത്തിനായി വിഷുക്കൈനീട്ടത്തോടൊപ്പം ചെരുപ്പ് വെച്ചതും ആകസ്മികമാണോ? ഉണ്ണിക്കണ്ണൻ മന്തി നിന്ന പരസ്യം ആലപ്പുഴയിൽ മാത്രമല്ല കേരളത്തിലും കർണാടകത്തിലുമായി 13 മന്തിക്കടകളിലാണ് ഈ രീതിയിൽ പരസ്യം ചെയ്തത്. ഇതൊക്കെ ആകസ്മികമാണോ? വീണ്ടും ചോദ്യചിഹ്നം. പഹൽഗാമിൽ ഹിന്ദുക്കളെ മതം നോക്കി വെടിവെച്ച് കൊന്നതിന് നാളെ 1 വയസ്സ് തികയാനിക്ക്
മാധ്യമപ്രവർത്തകർ ഈ സ്ഥലം റിപ്പോർട്ട് ചെയ്തതിനു ശേഷം ഈ അപകടം ശ്രീകൃഷ്ണൻ മന്തി കഴിക്കുന്ന ചിത്രം പ്രസിദ്ധപ്പെടുത്തുക, വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവർ മിണ്ടാതിരിക്കുക. എന്തോ അട്ടിമറി മണക്കുന്നില്ലേ? മാധ്യമ റിപ്പോർട്ടർമാരെ അന്വേഷണ പരിധിയിൽ കൊണ്ടുവന്ന് കേസ് അന്വേഷിക്കണം. CBI അല്ലെങ്കിൽ NIA അന്വേഷണം വേണം. മാരണത്തിൽ ഇമാതിരി വർഗീയത പറഞ്ഞ ഈ ഭാസ്കരൻ നായർ അജനെന്ന ഈ വേട്ടാവളിനുണ്ടല്ല, നമ്മളെ ഗവർണർ ഉണ്ടല്ല, വിളിച്ചു വരുത്തിട്ട് പൊന്നാട അണിയിച്ചു കൊടുത്തിട്ടുണ്ട്. അക്കാര്യം നിങ്ങൾക്കറിയോ? അത്തരത്തിലുള്ള ഈ വർഗീയവാദിക്കെതിരെ ഞാൻ എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ എന്റെ വായിന്ന് വൃത്തികേട് മാത്രമേ വരൂ. അതുകൊണ്ട് തൽക്കാലം ഈ വേട്ടാവളിനെ കുറിച്ച് ഞാനൊന്നും മിണ്ടാൻ നിൽക്കുന്നില്ല. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ ഹിന്ദു യുവതിയായ കാവ്യ ഉണ്ടല്ല, ഇയാൾക്കെതിരെ നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട്. എന്തായാലും ഭാസ്കരൻ നായർ അജൻ എന്ന വേട്ടാവളി സംഖ്യക്ക് കാവ്യ കൊടുക്കുന്ന അടിപൊളി മറുപടി ഒന്ന് കേട്ടിട്ട് വന്നാലോ? വാ. ഞാനൊരു ഭാസ്കരൻ നായർ അജയന്റെ ഒരു പോസ്റ്റ് പരിചയപ്പെടുത്താവേ. മുൻ പട്ടാളക്കാരനാണ്, 80,000-ലധികം ഫോളോവേഴ്സ് ഉണ്ട്, 13,000-ലധികം ആൾക്കാർ ലൈക്ക് ചെയ്ത ഒരു പോസ്റ്റാണിത്. ഫുൾ വായിക്കണില്ല, വലിയൊരു പോസ്റ്റാണ്. അദ്ദേഹം ഇന്നലെ നടന്ന അപകടത്തിനെ കുറിച്ച് അതിനെക്കുറിച്ച് അദ്ദേഹത്തിന്റെ നിഷ്കളങ്കമായ ചില സംശയങ്ങളാണ് പറയുന്നത്. അതിന്റെ റൂട്ട് ഇങ്ങനെയാണ്: പല ക്ഷേത്രങ്ങളിലും അപകടം ഉണ്ടാകുമ്പോൾ ഇപ്പോൾ ആനകൾ ഇടയുന്നുണ്ട്. അത് നിഷ്കളങ്കമായിട്ട് സംഭവിക്കുന്നതാണോ? വിഷുവുമായി ബന്ധപ്പെട്ട് ഈ മന്തി വിവാദം അടക്കം ആകസ്മികമായിട്ടുണ്ടാവുകയാണ്. എന്നിട്ട് അദ്ദേഹം കൊണ്ട് എത്തിക്കുന്ന എവിടെയാണ്? പുൽവാമ ആക്രമണം നടന്ന 1 വർഷം കഴിയുമ്പോൾ ഒരു ഹിന്ദു ക്ഷേത്രത്തിൽ ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകുന്നത് അത് ആകസ്മികമാണോ? ഇതിൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണം എന്നുള്ളതാണ്. ആ റൂട്ട് മനസ്സിലായോ? മനുഷ്യന്മാരെ ഇന്നലെ നടന്ന അപകടം കണ്ടിട്ട് അവിടെയുള്ള മനുഷ്യന്മാരെ കുറിച്ച് ആലോചിച്ചിട്ട് എന്താണ് ഇനി അവർക്ക് സംഭവിക്കാന്നൊക്കെ ആലോചിച്ച് വിഷമിച്ച് സങ്കടത്തിൽ നിൽക്കുമ്പോൾ സാധാരണക്കാരായ മനുഷ്യന്മാർ അതിനെ വരെ തങ്ങളുടെ വർഗീയ അജണ്ടയ്ക്ക് വേണ്ടിയിട്ട് അപരമത വിദ്വേഷത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ മാത്രം വെറുപ്പ് നിറഞ്ഞ മനുഷ്യന്മാർ, ആ വെറുപ്പ് നിറഞ്ഞ പ്രത്യയശാസ്ത്രവും നമ്മുടെ ചുറ്റും ഉണ്ടെന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ സങ്കടമായിട്ടുള്ളതാണ്. അത് മനസ്സിലാവണമെങ്കിൽ അതിന്റെ കമന്റ് സെക്ഷൻ കൂടെ നോക്കണം കേട്ടോ. ഇതൊരു അട്ടിമറിയാണെന്നാണ് അവിടെയുള്ള ആൾക്കാരൊക്കെ പറയുന്നത്. അവരങ്ങ് തീരുമാനിച്ചു ജിഹാദികൾ നടത്തിയിട്ടുള്ള ഒരു ആക്രമണമാണ്, അട്ടിമറിയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ശശികലനേക്കാൾ വിഷമുള്ള ഒരു ചേച്ചിയാണ് ഈ രത്നമ്മ എന്ന് പറഞ്ഞത്. പല പോസ്റ്റുകളിൽ ഇവരുടെ കമന്റ് കാണും. ഇവർ പറയുന്നത് ഇന്ത്യ മുന്നണിയും ജിഹാദികളും കൂടി കേരളത്തിലെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു അപകടമാണ് ഇത് എന്നുള്ളതാണ്. ഹിന്ദുക്കൾ കരുതിയിരിക്കണം. ഹിന്ദുക്കളുടെ ആരാധനാലയങ്ങളും ഹിന്ദുക്കളുടെ എന്താ പറയുക ആഘോഷങ്ങളും തടുക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. എത്ര ആനയടക്കാൻ വരെ ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നാണ് ഈ പത്മശ്രീ നായർ പറയുന്നത്. അതുപോലെ തന്നെ വേറെ കുറെ ആൾക്കാർ പറയുന്നത് സനാതന ധർമ്മം നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്, ജിഹാദി മാപ്രകളാണ് ഇത് നടത്തിയിട്ടുള്ളത്, ഇത് ഹിന്ദുക്കളുടെ ഈ സെക്യുലറിസം കാരണമാണ് ഇനി അനുഭവിക്കേണ്ടി വരുന്നതെന്നാണ് ജയപ്രകാശൻ ബാലകൃഷ്ണൻ നായർ പറയുന്നത്. വേറെ കുറെ ആൾക്കാർ ഈ മാധ്യമപ്രവർത്തകരുടെ ഇടയിൽ ജിഹാദികളും തീവ്രവാദികളും ഉണ്ട്, അവർ പോയിട്ടാണ് ഈ അപകടം ഉണ്ടാക്കിയിട്ടുള്ളതെന്നാണ് പറയുന്നത്. മാധ്യമപ്രവർത്തകർക്ക് ഇതൊരു സൈബർ ആക്രമണമായിട്ട് തോന്നുമെന്നൊന്നും എനിക്കറിയില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം ഇതൊരു ചെറിയ സർക്കിളിൽ നടക്കുന്ന സാധനമല്ലേ എന്നുള്ളത്. പക്ഷെ അതല്ല എന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം. നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഹോട്ടലിന്റെ പേരിൽ, നമ്മൾ ആസ്വദിക്കുന്ന ഏതെങ്കിലും സംഗീത പരിപാടിയുടെ പേരിൽ തുടങ്ങിയിട്ട് എന്തിലും, ഇപ്പം വാൽപ്പാറയിൽ ഒരു ആക്രമണം നടന്നപ്പോൾ അവിടെ ഉണ്ടായ ഒരു കമന്റുകൾ നിങ്ങൾ കണ്ടതല്ലേ? ഈ മറ്റൊരു മതത്തിൽപ്പെട്ട ആൾക്കാരാണ് മരിക്കുന്നത് എന്നുള്ളതിൽ സന്തോഷിക്കുന്ന മനുഷ്യന്മാർ, അല്ലെങ്കിൽ ഒരു ആക്രമണം, ഒരു അപകടം ഉണ്ടാകുമ്പോൾ അതിലെങ്ങനെയൊക്കെ വർഗീയത കയറ്റാമെന്ന് ചിന്തിക്കുന്ന വിഷങ്ങളായിട്ടുള്ള ഈ മനുഷ്യന്മാരെയും കൂടി അതിജീവിച്ചിട്ട് വേണം നമ്മൾ ഈ നാട്ടിൽ ജീവിക്കേണ്ടത് എന്നുള്ളതാണ്. എന്തായാലും ഈ വർഗീയവാദി സംഘിക്കണ്ടില്ല, കാവ്യ കൊടുത്തത് അടിപൊളി മറുപടിയാണ്. നിങ്ങളോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ വർഗീയവാദികളുണ്ടല്ല, പച്ച വർഗീയത മാത്രം പറഞ്ഞ ഈ വർഗീയവാദികളെ ഏതെങ്കിലും ഒരു ഹിന്ദുവിന് അപകടം പറ്റുമ്പോൾ അവിടെ സഹായിക്കാൻ പറ്റി ആ ഹിന്ദുവിനെ സഹായിക്കാനെങ്കിലും അവിടെ എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതൊക്കെ പൊട്ടി ഇവന്റെയൊക്കെ പ്രൊഫൈൽ ഉണ്ടല്ല പച്ച വർഗീയത മാത്രമല്ലാതെ ഏതെങ്കിലും ഒരാളെ ഹിന്ദുവിനെ സഹായിക്കാനെങ്കിലും എപ്പോഴെങ്കിലും ഒരു പോസ്റ്റ് എടുത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് കാണാനേ പറ്റില്ല. ഇതുവരെയും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് അത്തരത്തിലൊരു പോസ്റ്റ് പോലും ഈ വൃത്തികെട്ട വർഗീയവാദികളിൽ നിന്ന് പ്രതീക്ഷിക്കാനേ പറ്റില്ല. അതുകൊണ്ട് ഇത്തരം വർഗീയവാദികളുണ്ടല്ല, എല്ലാ നല്ലവരായ മുസ്ലിങ്ങളെ കുറിച്ചും പച്ച വർഗീയത ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ ആ മുസ്ലിങ്ങളുണ്ടല്ല, യൂസഫ് അലി സാറിനെ പോലെയുള്ള, അൻസാരി ഉസ്താദിനെ പോലുള്ള ആ മുസ്ലിങ്ങളുണ്ടല്ല, ആരാണെന്ന് നോക്കാതെ, ഹിന്ദുവാണോ മുസ്ലിമാണോ അവന്റെ ജാതി എന്താണ് ഒന്നും നോക്കാതെ അവരെ സഹായിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ അവർ സഹായിക്കുന്നത് കാണുമ്പോൾ ഇതുപോലുള്ള വർഗീയവാദികൾക്ക് കുരു പൊട്ടുക സാധാരണ മാത്രം. അവരുടെ കുരു ഉണ്ടല്ല ഇങ്ങനെ പൊട്ടിക്കൊണ്ടേയിരിക്കും. അത് കാലാകാലങ്ങളായിട്ട് പൊട്ടിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഒരിക്കൽ കൂടി യൂസഫ് അലി സാറിനും അൻസാരി ഉസ്താദിനും ആ സംഘിക്ക് ചുട്ട മറുപടി കൊടുത്ത കാവ്യക്കും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുല.